അന്വേഷണ ഏജൻസികളെ കുറിച്ച് കോൺഗ്രസിന് വ്യക്തമായ കാഴ്ചപ്പാട് എല്ലാ കാലത്തുമുണ്ട്. ആ ഏജൻസികളെല്ലാം അത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആകട്ടെ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആകട്ടെ, അതുപോലെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ആകട്ടെ, ഇതൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസാണ് സ്ഥാപിക്കപ്പെട്ടത്. സദുദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഏജൻസികൾ പ്രവർത്തിക്കേണ്ടത്. ഒരു വലിയ അളവിലും അവരുടെ റെക്കോർഡും അത് തന്നെയാണ്. അതിപ്രസക്തമായ നിലയിലാണ് കഴിഞ്ഞ കാലത്ത് ആ ഏജൻസികൾ പ്രവർത്തിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. CBI അന്വേഷണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വല്ലാതെ ഭയപ്പെടുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പേരിയിലെ ഇരട്ടക്കൊലപാതകം, ഷുഹൈബിന്റെ മൃഗീയമായ കൊലപാതകം, TP ചന്ദ്രശേഖരന്റെ ദാരുണ കൊലപാതകം, മത്തായിയുടെ ദുരൂഹസാരത്തിൽ മരണം, ഇതൊക്കെ തന്നെ ശക്തമായി CPM എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കോടികൾ ചെലവഴിച്ചുകൊണ്ട് അഭിഭാഷകന്മാരെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് പറയുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചപ്പോൾ അന്വേഷണ ഏജൻസികൾ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് ഞാനാണെന്ന് അദ്ദേഹം യാതൊരു തരത്തിലും ആ അന്വേഷണ ഏജൻസികൾക്കെതിരായി എതിർപ്പ് പ്രകടിക്കാതെ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ എന്താണ് CBI കേരളത്തിൽ പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റ് ഒരു നിയമനിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നത് എന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കണം. ഇതാണോ അഭിനന്ദിയ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട്? സീതാറാം യെച്ചൂരി, അതുപോലെ പശ്ചിമ ബംഗാൾ CPMന്റെ ഘടകം, അവിടെ നടന്ന പ്രമാദമായ ശാരദ ചിറ്റ് ഫണ്ട് കേസ്, അത് CBI അന്വേഷിക്കണമെന്നാണ് അവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ ആന്ധ്രയിലെ ഭൂമി തട്ടിപ്പ് കേസ് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ള ഗുരുതരമായ അഴിമതിയെക്കുറിച്ചൊക്കെ തന്നെ CBI തന്നെ വേണമെന്നാണ് സീതാറാം യെച്ചൂരിയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടത്. എല്ലാ അന്വേഷണ ഏജൻസിയും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രി ഏത് അന്വേഷണത്തെയും നേരിടാൻ യാതൊന്നും നിങ്ങൾക്ക് മറച്ചുവെക്കാൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്തിനാണ് CBI ഇപ്പോൾ എതിർക്കുന്നത്? മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറിയും അവരുടെ പാർശ്വവർത്തികളും കുടുംബാംഗങ്ങളും അവരെല്ലാം തന്നെ ഈ അന്വേഷണ ഏജൻസികളെ ഭയപ്പെടാനുള്ള കാരണം അവരുടെയൊക്കെ തന്നെ അലമാരിയിൽ ഒരുപാട് അസ്ഥികൂടങ്ങൾ, ആ അലമാരിയിലെ അസ്ഥികൂടങ്ങൾ അവരെ ഭയപ്പെടുത്തുന്നു, അവരൊക്കെ നഷ്ടപ്പെടുത്തുന്നു. കോടികൾ ചെലവഴിച്ചുകൊണ്ടാണ് അഭിഭാഷകന്മാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അവർ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ രാഹുൽജിയുടെ നാമധേയം അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ദുരുപയോഗപ്പെടുത്തുന്നത് കാണാൻ സാധിക്കണ്ടേ? മാധ്യമങ്ങളൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഷയിലാണോ സംസാരിക്കേണ്ടത്? ആണെന്ന് തോന്നുന്നില്ല. രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര ഏജൻസികളെ, പ്രത്യേകിച്ച് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയമായ താൽപര്യങ്ങൾ വെച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ബ്ലാക്ക്മെയിലിംഗ് നടത്താൻ വേണ്ടി ദുരുപയോഗപ്പെടുത്തുകയും ആ രാഷ്ട്രീയ എതിരാളികളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്ന പശ്ചാത്തലത്താണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തന്നെ അത് ശരിയാണെന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. അതാണ് ഇവിടുത്തെ അവസ്ഥ. അല്ല, എന്ത് കേസാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കാതിരിക്കേണ്ടത് എന്ന കാര്യം എന്റെ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാനിത് കേൾക്കാൻ തയ്യാറാണ്. കള്ളക്കടത്ത് കേസ്
അന്താരാഷ്ട്ര നാടവും അന്താരാഷ്ട്ര വ്യാപ്തിയുമുള്ള കേസാണ്. ആ കേസ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കണ്ടേ? കസ്റ്റംസ് അന്വേഷിക്കണ്ടേ? അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ട ഈ കേസ് അന്വേഷിക്കണം. അതുപോലെ മയക്കുമരുന്ന് കേസ്, ആ കേസ് കേന്ദ്ര ഏജൻസി ഇല്ലാതെ ആരാണ് അന്വേഷിക്കുന്നത്? നാഷണൽ നമുക്കെല്ലാം അറിയാവുന്ന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, ആ നാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡ് കേസ് അന്വേഷിക്കാൻ തയ്യാറായപ്പോൾ അതും വേണ്ടെന്നാണ് പറയുന്നത്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടത്തേണ്ട ആരാണ്? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല, അത് അന്വേഷിക്കാൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും വകുപ്പുണ്ട്. കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കാൻ കസ്റ്റംസിനും വകുപ്പുണ്ട്. അഴിമതിയുടെ ദുർഗന്ധം വഹിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്. ആ സർക്കാരിനെ ഒളിച്ചേക്കാൻ പലതും ഉണ്ട് എന്നതുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസിക്കെതിരെ ഇത്രയും ശക്തമായി കഴിയുന്നുകൊണ്ട് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുടെ തന്നെ രംഗത്ത് വന്നിട്ടുള്ളത്. രാഹുൽജിയുടെ വയനാട്ടിലെ പ്രസ്താവനയെ വല്ലാതെ നിങ്ങൾ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടായി. അദ്ദേഹം കേന്ദ്രവും സംസ്ഥാനവും ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഒരു ബ്ലെയിം ഗെയിമിൽ ഏർപ്പെടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പ്ലീസ് ഡോണ്ട് എൻഗേജ് ഇൻ ബ്ലെയിം ഗെയിം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ദയവേത് ആരോപണ പ്രത്യാഘാതം പോകരുത്, കോവിഡ് മഹാമാരിയെ നേരിടാൻ വേണ്ടി തയ്യാറാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെയാണ് നിങ്ങളെ പത്രം വളച്ചൊടിച്ചത്. രാജ്യത്തേക്ക് എല്ലാ കാര്യങ്ങളിലും ദേശീയ വീക്ഷണമുണ്ട്. അത് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല, കൃഷിക്കാരുടെ പ്രശ്നം മാത്രമല്ല, ദളിത മഹിളാ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണക്കെതിരായിട്ട് മാത്രമല്ല, അതുപോലെ എല്ലാ കാര്യങ്ങളും തെളിഞ്ഞ കാഴ്ചപ്പാടും വ്യക്തതയുമുണ്ട്. ഇനി ഇന്ത്യ രാജ്യത്തെ രാഹുൽ ഗാന്ധിയെ പോലെ അത്രയേറെ പ്രാന്തദർശിത്വവും വ്യക്തമായ കാഴ്ചപ്പാടുകളാണ് എത്ര നേതാക്കന്മാർ നമുക്കുണ്ട്. എല്ലാം ആലോചിച്ചുകൊണ്ട് മാത്രമേ അദ്ദേഹം അഭിപ്രായം പറയാനുള്ളൂ. പറഞ്ഞ അഭിപ്രായം പിന്നെ വരെ അദ്ദേഹത്തിന് മാറ്റേണ്ട ഗതികളുണ്ടായിട്ടില്ല. അത്രയേറെ കാര്യങ്ങളെ ഗഹനമായി പഠിച്ചുകൊണ്ട് വിലയിരുത്തിക്കൊണ്ട് ഈ നാട്ടിൽ താല്പര്യം വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രഖ്യാപനമായ നയങ്ങൾക്ക് അനുകൂലമായി മാത്രമേ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള നേതാവിന്റെ പ്രസ്താവനയാണ് നിങ്ങൾ വളച്ചൊടിക്കാനും അർത്ഥശൂന്യമായിട്ട് അതിനെ ദുരുപയോഗപ്പെടുത്താനും വേണ്ടി ശ്രമിച്ചിട്ടുള്ളൂ. എല്ലാ കാര്യത്തിലും ശക്തമായ നിലപാടുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ നിലപാടിൽ നമുക്ക് വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ല. അതാണ് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ വർഗീയതയെക്കുറിച്ച് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി രാവും പകലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയ സ്നേഹിതർ കോടിയേരി ബാലകൃഷ്ണൻ എന്ത് പറ്റി? അദ്ദേഹം ഒരു പൊട്ടിയ ഗ്രാമഫോൺ റെക്കോർഡ് വരെ കോൺഗ്രസ് വർഗീയതമായി കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രീ ബാലകൃഷ്ണൻ ചരിത്രം പരിശോധിക്കുമോ? ഇന്നുവരെ എവിടെയെങ്കിലും ഈ രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയതമായിട്ടോ ന്യൂനപക്ഷ വർഗീയതമായിട്ടോ കൈകോർത്ത് പിടിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു ചരിത്രം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? മറിച്ച് നിങ്ങൾ തരാതെ ഈ രാജ്യത്തെ വർഗീയത വാരിപ്പെടുന്ന ചരിത്രമാണ് കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുള്ളത്. ആർഎസ്എസുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നില്ലേ? ജനസംഖ്യയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് ഈ രാജ്യത്തെ തീവ്ര ഹിന്ദുത്വ ശക്തികളുമായിട്ട് എല്ലാ കാലത്തും ബന്ധമുണ്ടായിട്ടുണ്ട്. ആ ബന്ധത്തിന്റെ വേരുകൾ ഇപ്പോഴും നിങ്ങൾ അറിയിച്ചിട്ടില്ല. ഈ അന്വേഷണ ഏജൻസികൾ അന്വേഷണമായിട്ട് വരുമ്പോൾ നിങ്ങളുടെ അന്വേഷണം അത് തീർച്ചയായിട്ടും അത് ഭയപ്പെടുത്തുന്നത് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ രഹസ്യമായിട്ട് ഇപ്പോഴും അഖിലേന്ത്യാ തലത്തിൽ ബിജെപിയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നു. ആ ബന്ധം ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നു എന്ന കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ആർഎസ്എസിനെ കുറിച്ചും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും SDP കുറിച്ചാണ് വളരെയധികമായി പാർട്ടി സെക്രട്ടറി ഞാൻ പറഞ്ഞ പോലെ പൊട്ടിയ ഗ്രാമഫോൺ റെക്കോർഡ് വരെ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 59 ഗ്രാമപഞ്ചായത്തുകളിൽ നിങ്ങൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം, ഉണ്ടെങ്കിൽ അത് സമ്മതിക്കണം. 2015 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 115 സീറ്റിൽ നിങ്ങൾ അവരുമായി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ പറയണം. SDP-യുമായിട്ട് നിങ്ങളുടെ ബന്ധം തിരുവനന്തപുരം ജില്ലയിൽ എത്ര സ്ഥലത്ത് നിങ്ങൾ SDP-യുടെ പിന്തുണയോടുകൂടി നിങ്ങൾ പഞ്ചായത്ത് ഭരണമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്? ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞ കാര്യം എന്തുകൊണ്ടോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല. എന്റെ സ്വന്തം പഞ്ചായത്ത് എന്തിനോട് പകതീർക്കാൻ വേണ്ടി ആ പഞ്ചായത്തിലെ UDF ഭരണം നിങ്ങൾ അട്ടിമറിച്ചു. ആരുടെ പിന്തുണത്തോടുകൂടിയാണ് കോഴിക്കോട് ജില്ലയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള അയ്യൂർ പഞ്ചായത്ത് എന്റെ പഞ്ചായത്ത്, ആ പഞ്ചായത്തിലെ ഭരണം SDP-യുമായി ചേർന്നുകൊണ്ട് അട്ടിമറിച്ച് ഇന്ന് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. വിശദീകരിക്കണം. കോഴിക്കോട് താലൂക്ക് വീട് എന്റെ വീട് തമ്മിൽ വേർതിരിക്കുന്നത് മയ്യടിപ്പുഴയാണ്. ആ പുറത്തെഴുതറുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. മിസ്റ്റർ ബാലകൃഷ്ണക്കാരൻ നന്നായിട്ട് അറിയാം. അദ്ദേഹം ആ കാര്യം പറയണം. അതിനടുത്ത വേള ശ്രീമാൻ പിണറായി വിജയൻ ഈ കാര്യം വിശദീകരിക്കുന്നതാണ് പറയുന്നത്. വെൽഫെയർ പാർട്ടിയുടെ കൂടെ പോയി, SDP-യുടെ കൂടെ പോയി, എല്ലാവരുടെ കൂടെയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ ധാരണ വേണമെന്ന് പറഞ്ഞു. അവസാനം അവർ നിങ്ങളുടെ കൂടെ ഇല്ല, നിങ്ങൾ വഞ്ചകന്മാരാണ്, ഓരോരോ കാലഘട്ടത്തിൽ നിങ്ങളെ സഹായിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് പ്രത്യുപകാരം കിട്ടി, ആ സഹായത്തിന് അർത്ഥമില്ല എന്ന് കണ്ടിട്ടാണ് അവർ ധാരണയ്ക്ക് തയ്യാറാക്കാത്തത് എന്നുകൊണ്ട് തന്നെ കുറുക്കന്റെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ മുന്തിരി വിളിക്കുന്നു എന്നാണ് ഇപ്പോൾ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായിട്ടും ഇന്നലെ UDF യോഗത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ആവർത്തിക്കേണ്ട കാര്യമില്ല. കാസർഗോഡിൽ തുടങ്ങി കണ്ണൂരിൽ വന്ന് കോഴിക്കോട്ട് ഒടുവിൽ വന്ന ശേഷം ഇന്നലെ ഞാൻ എറണാകുളത്ത് എത്തിക്കട്ടെ അവിടെ വെച്ചെല്ലാം തന്നെ കോൺഗ്രസിന്റെ വ്യക്തമായ നിലപാട് കേരളത്തിലും കേന്ദ്രത്തിലുമുള്ള ഞങ്ങളുടെ നിലപാട് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം മറ്റെന്തെങ്കിലും ഇതേക്കുറിച്ച് ഞാൻ പറയേണ്ടതായിട്ടില്ല. അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെ മറ്റ് സംസ്ഥാനങ്ങളിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ള നിലപാടുണ്ടോ? ഞാൻ പറഞ്ഞു ഈ സംസ്ഥാനത്ത് പോലും ഞാൻ പറയുന്നത് അന്വേഷണ ഏജൻസികളെ കുറിച്ചും അതിന്റെ ഇന്റഗ്രിറ്റിയെ കുറിച്ചും എനിക്ക് സംശയമില്ലായിരുന്നു. അത് ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച്. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനം, മധ്യപ്രദേശ്, അതുപോലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒഴികെ മറ്റെല്ലാ സ്ഥലത്തും ആ അന്വേഷണ ഏജൻസികൾ ദുരുപയോഗപ്പെടുത്തുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതും കേരളത്തിലെ ഇന്നത്തെ അന്വേഷണമായി നിങ്ങളും തുലനം ചെയ്യാൻ ഒരിക്കലും തയ്യാറാകരുത്. രണ്ടും രണ്ടാണ്. ഇവിടെ സ്വർണ്ണക്കടത്ത് അന്വേഷിക്കണ്ടേ? മയക്കുമരുന്ന് കേസ് അന്വേഷിക്കണ്ടേ? ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര വ്യാപ്തിയുള്ള മറ്റൊരു വലിയ വലിയ ആരോപണം അത് അന്വേഷിക്കണ്ടേ? ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കാം. അന്വേഷിക്കേണ്ട. സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും പറയുമോ ഇത് അന്വേഷിക്കേണ്ട എന്ന കാര്യം? അന്വേഷണ ഏജൻസിയെ എവിടെയെങ്കിലും ദുരുപയോഗപ്പെടുത്തുമെങ്കിൽ അതേക്കുറിച്ച് മാത്രമാണ് ഞങ്ങൾക്ക് പരാതി. അല്ലാതെ അന്വേഷണ ഏജൻസിയുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് നമുക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ BJP അധികാരത്തിൽ വന്ന ശേഷം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ ഐകമര്യാദ ബുദ്ധിയോടുകൂടി അതിനെ ദുരുപയോഗപ്പെടുത്തുന്നു. അതാണ് ഗാന്ധിജി പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി അത് പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് സത്യം. ഇവരതാണോ? എന്നോട് CPM-ന്റെ നേതാക്കന്മാർ പലരും നല്ലവർ, ഉത്തമ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ അന്വേഷണവും വരട്ടെ, ഒരു ശുദ്ധീകരണം ഈ പാർട്ടിയിൽ വേണം. ഈ മനുഷ്യൻ പറഞ്ഞ മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി, ഇവർ രണ്ടുപേരും ഈ പാർട്ടിയെ കുഴിച്ചുമൂടുകയാണ്. ഈ പാർട്ടിയെ രക്ഷിക്കാൻ
ആ ഏജൻസിക്ക് സാധിക്കുന്നതാകട്ടെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നാണ് അവരൊക്കെ തന്നെ പറയുന്നത്. അപ്പൊ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇതിന് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഭയം? പറയണം. ആരെയാണ് മുഖ്യമന്ത്രി ഭയപ്പെടുന്നത്? അന്നല്ലേ അന്വേഷണ ഏജൻസിയെ സ്വാഗതം ചെയ്ത്? അന്ന് ആരെയാണ് ഭയപ്പെടുന്നത്? അങ്ങനെ നേരിൽ പോലും ഭയപ്പെടുന്നു. അങ്ങയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി അങ്ങല്ലേ ഓർഡർ ചെയ്ത അദ്ദേഹത്തെ സ്പ്രിംഗ്ലർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയപ്പെടുന്ന എല്ലാ മാധ്യമങ്ങളിലും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലും ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ വന്നുകൊണ്ട് ആരാണ് അറിഞ്ഞു കൊടുത്തത്? ശ്രീമാൻ ശിവശങ്കർ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രിക്കൊന്നും അറിയില്ല സ്പീക്കറിന്റെ ഞാനാണ് ഒപ്പിട്ടത്. ആ നാണം കെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കട്ടെ. ഒരു സെക്രട്ടറി, അതും കൺഫേർഡ് IAS ഉദ്യോഗസ്ഥൻ പറയുന്നു ഞാനാണ് സർക്കാരിനോട് ഒപ്പുവെച്ചത്, മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് മുഖ്യമന്ത്രി അങ്ങനെ അധികാരത്തെ തുടർന്നത്? എപ്പോഴാണ് ശിവശങ്കർ അങ്ങോട്ട് കുടിച്ചു പോയത്? അങ്ങനെ നിമിഷം വരെ ശിവശങ്കറിനെ പൂർണ്ണമായിട്ട് തള്ളി പറഞ്ഞിട്ടില്ല. ശിവശങ്കർ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ ഏജൻസി ശിവശങ്കർ എത്ര കരുതലോടുകൂടെ സംസാരിക്കുന്നത്? ചോദിക്കേണ്ട പോലെ ചോദ്യം ചെയ്താൽ ഉത്തരവ് മൊഴിച്ചേർന്ന ആ മനുഷ്യക്കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ സാധിക്കും. ചോദിക്കണം. അതാണ് ഏജൻസികൾ ചെയ്യേണ്ടത്. ആ ഗട്സാണ് അവർ കാണിക്കുന്നത്. അന്വേഷണം സ്വർണ്ണക്കടത്ത് അന്വേഷണം നടത്തുന്നത് ഒരുപാട് മൊഴികളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സ്വർണ്ണം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്നുള്ള കാര്യം കണ്ടത്. പക്ഷെ അത് സംബന്ധിച്ച ഒരു വിവരവും ഒരു മൊഴിയിലോ ഒന്നിലോ പുറത്തു വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? ദാറ്റ് ഈസ് പ്രിസൈസ്ലി വാട്ട് ഐ ഓൾസോ ആസ്ക്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുകയുണ്ടായി റിസർച്ച് ആൻഡ് അനാലിസിസ് ടീം അതിന് ഇൻവോൾവ് ചെയ്യിക്കണം. ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരുപക്ഷെ പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അന്വേഷിക്കുന്നുണ്ടായിരിക്കാം. അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക്. ഈ കൺസൈൻമെന്റ് വിവരങ്ങൾ വന്നു എങ്ങനെ ഏത് ഡിപ്ലോമാറ്റിക് ബാധ്യതകൾ കൂടി വന്നു? ഗുരുതരമായ പ്രശ്നമല്ലേ? രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കുന്ന സംഭവമാണിത്. അത് നിഷ്ഫലമായ ബന്ധം, സുദൃഢമായ ബന്ധം. ആയിരങ്ങൾ കണ്ണും കൊടുക്കുന്ന നാടാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. മലയാളികളെ വാരിപ്പെടുന്ന നാടാണ് ആ നാട്. അവരുമായിട്ടുള്ള ബന്ധം തകർക്കാൻ പോകുന്ന ഒരു വ്യവഹാരമാണിത്. അത് അന്വേഷിക്കപ്പെടണ്ടേ? എല്ലാം പോകട്ടെ. ആ നല്ല സുഹൃത്തിന്റെ നല്ല അയൽക്കാരന്റെ ആ പ്രതിച്ഛായ നമുക്ക് തകർക്കാൻ സാധിക്കുമോ? അല്പമെങ്കിലും അവിടെ ജീവിക്കുന്ന ലക്ഷക്കണക്കായ മലയാളികളോട് എന്തെങ്കിലും പ്രചോദനമുണ്ടെങ്കിൽ ഈ കേസ് സത്യസന്ധമായി അന്വേഷിച്ചുകൊണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഗവൺമെന്റ് ഈ കള്ളക്കടത്തുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഉത്തരവാദിത്വം കൂടി നമ്മുടെ ഏജൻസിക്കുണ്ട്. അതാണ് സത്യം. നാസർ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചത് എവിടെ വെച്ച് ഞങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു അന്വേഷണ ഏജൻസികൾ എനിക്ക് വിശ്വാസമുള്ളതാണ്, ഞാൻ പറയണ്ടേ. പക്ഷേ ഈ അന്വേഷണത്തിന്റെ മന്ദഗതിയെക്കുറിച്ച് ഞാൻ തന്നെയാണ് ഇവിടെ വെച്ച് പറഞ്ഞത്. ഉദാഹരണത്തിന് ഇത്തരമൊരു കേസ് NIA അന്വേഷിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടതാണ് ഒരു നിമിഷം പോലും കാത്തിരിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖകളൊക്കെ തന്നെ പിടിച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഫയലുകൾ കിട്ടണമെങ്കിൽ ആ എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ PR പബ്ലിക് റിലേഷൻ ഓഫീസർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിങ്ങൾ പോയി ഫയലുകൾ എടുക്കണം. ഇതൊന്നും എടുക്കാതെ അവസാനം സെക്രട്ടറിക്ക് തീപിടിച്ചിട്ട് പോലും ഈ അന്വേഷണ ഏജൻസിക്ക് യാതൊരു കുലുക്കുമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ സംശയപ്പെടുകട്ടെ, ആരാണ് ഇവരെ പുറകോട്ട് വലിക്കുന്നത്? മുഖ്യമന്ത്രി വലിച്ചാലൊന്നും അത് പുറകോട്ട് പോലില്ല. അതാണ് ഞാൻ BJPക്കാരായിട്ട് ആരോപണം പറഞ്ഞത്. ഇവർ തമ്മിൽ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ പോകുന്ന നീക്കുപോക്കുകളുടെ ഫലമായിട്ട് ഈ ഏജൻസിക്ക് നിർഭയവും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നിഷേധിക്കുമെന്നാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ ഇടപെടൽ പാടുമ്പോ അതാണ് രാഹുൽ ഗാന്ധി അടിവരയിട്ട് പറഞ്ഞത്.
PC തോമസും PC ജോർജും ഒക്കെ ഇങ്ങോട്ട് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നൊക്കെ വാർത്തകളുണ്ട്. ശരിയാണോ? എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു? ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരാൻ നിരവധി സംഘടനകൾ തയ്യാറായിട്ടുണ്ട്, വ്യക്തികൾ തയ്യാറായിട്ടുണ്ട്. അതൊക്കെ തന്നെ ആലോചിച്ച ശേഷം മാത്രമേ ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അടിസ്ഥാനരഹിതമായ വാർത്തകൾ ഞാൻ പറയില്ല. ഇനിയും കുറെ സംഘടനകളും വ്യക്തികളൊക്കെ തന്നെ വരാൻ പോകുന്നുണ്ട്. ഈ വെൽഫെയർ പാർട്ടിയെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അവർ സിപിഎമ്മുമായി സഖ്യം ഉണ്ടാക്കിയില്ല നേരത്തെ എന്നുള്ള മറുപടിയാണ്. ഞാനിത് ആ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞില്ല ഇപ്പോൾ. അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നേരെ മറിച്ച് നേരത്തെ ഈ വെൽഫെയർ പാർട്ടി അടക്കം ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകളെ മുസ്ലിം ഐക്യവേദിയിൽ പോലും കൂട്ടിയിരുന്നില്ല. എപ്പോഴാണ് ഈ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിയൊക്കെ നല്ല പിള്ളേരായി മാറിയത്? ആരുടെ? കോൺഗ്രസ്സുകാരുടെ നിലപാട് പറഞ്ഞല്ലോ. ഞാൻ കഴിഞ്ഞ 4 ജില്ലകളിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇന്ന് 5ാമത്തെ ഞാൻ കുറേ ദിവസമായി ഇവിടെ ഇല്ലായിരുന്നു. തലസ്ഥാനത്ത് ഇന്നലെ അർദ്ധരാത്രിയാണ് എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നു, ഘടകകക്ഷികളുമായിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നീക്കുപോക്കുള്ളൂ. ആ കാര്യം ഇന്നലെ UDF-ന്റെ യോഗം വളരെ വിശദമായി, ഞങ്ങൾ 3-4 മണിക്കൂറാണ് യോഗം നീണ്ടുവരിക എന്ന് കരുതിയെങ്കിൽ പോലും ആ യോഗം നീണ്ടുപോകാനുള്ള കാരണം ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയതുകൊണ്ടാണ്. ഓക്കെ.